അബ്ദുൽ ഹമീദ് മദീനിയെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അദ്ദേഹം അല്പം സംസാരിക്കാൻ വേണ്ടി മൈക്കിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷെ ക്ഷണിച്ചതുകൊണ്ട് അല്പം പറയാം എന്ന് മാത്രമേ. ഇവിടെ മുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി സൂക്ഷിച്ചിട്ടുണ്ട്, മർക്കസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് അഹ്മദ് ഖസറജിയിൽ നിന്നാണ് കിട്ടിയത്. ഖസറജി കുടുംബത്തിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണത്. ഖസറജി കുടുംബം, ഔസ് ഖസറജി എന്ന് പറഞ്ഞിട്ട് കുടുംബമായിരുന്നല്ല മദീനത്തുണ്ടായിരുന്നത്. ആ ഖസറജി കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ മുടിയുടെ പേരിൽ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് ജനങ്ങളെ, പാവപ്പെട്ടവരെ. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന്റെ നേർപകർപ്പാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ബാത്തിലായ നിലക്ക് ജനങ്ങളുടെ ധനം അവർ ചൂഷണം ചെയ്ത് തിന്നുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, എന്നിട്ട് അള്ളാന്റെ മാർഗത്തിൽ നിന്ന്, തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമാണോ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറഞ്ഞ ആയത്താണത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോ കാന്തപുരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ ധനം അനധികൃതമായി ബാത്തിലായ നിലക്ക് തിന്നുകയും തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മുടിയുടെ വർഗത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസംഗം ഞാൻ കേട്ടു. ഈ മുടിപ്പള്ളി ഉണ്ടാക്കാൻ മുടിയുടെ പേരിൽ 40 കോടി പിരിച്ച് പൂർത്തിയായതിന് ശേഷം അദ്ദേഹം ഈ ചൂഷണം അവസാനിപ്പിക്കുന്നില്ല. അതിന് പുതിയൊരു അടവ് കൂടി ഞാൻ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്നു. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ മദീനത്ത് പോയപ്പോൾ ഈ സൗദി ഗവൺമെന്റ് ഭരണം പിടിച്ചെടുക്കുന്നതിന്റെ 250 കൊല്ലം മുമ്പ്, അദ്ദേഹത്തിന്റെ വാക്കാണത്, 250 കൊല്ലം മുമ്പ് നബിയുടെ ഖബറിന്മേൽ വിരിച്ചിരുന്ന ആ ഖില്ല, അതിൽ 2 ഹദീസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി എന്ന് പറഞ്ഞ ഹദീസും, എന്റെ ഖബർ ആരെങ്കിലും സന്ദർശിച്ചാൽ എന്റെ ശുപാർശ അവർക്ക് അനിവാര്യമായി. മറ്റൊരു ഹദീസ് ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നൊരു ഹദീസ്. ഇത് അന്നുണ്ടായിരുന്നു, ഇന്ന് കാണുന്നില്ല എന്നവർ. എവിടെയാണ് കാണാത്തതെന്ന് പറയുന്നില്ല.
അപ്പൊ ഇത് സൗദി ഭരണകൂടം പിടിച്ചെടുത്ത് 100 കൊല്ലം, പിന്നെ ഒരു 250 കൊല്ലം മുമ്പ്, ഒരു 350 കൊല്ലം മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. അതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അദ്ദേഹം പറയുന്നത് തന്നെയാണ്. അത് പറയുമ്പോഴേക്കും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സദസ്സ് വികാരം കൊള്ളുകയാണ്. എന്നിട്ട് പറഞ്ഞത് ആ കില്ല, ആ 350 കൊല്ലം മുമ്പുള്ള നബിയുടെ ഖബറിന്മേലിട്ടിരുന്ന ആ കില്ലന്റെ ഒരു കഷ്ണം മദീനത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഇല്ല, തരില്ല. എന്നാ വിലക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ 5 ലക്ഷം 5 മില്യൺ, 5 ലക്ഷമല്ല, $5 മില്യൺ അത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല എന്നോ അദ്ദേഹത്തിന്റെ മറുപടി. അതുകൊണ്ട് ഞാൻ വില പറഞ്ഞിട്ടില്ല, പേശിയിട്ടില്ല. അത് പറയുമ്പോഴേക്ക് സദസ്സ് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് വികാരം കൊള്ളുകയാണ്. അപ്പൊ ഇനി അടുത്ത പരിപാടി, ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് $5 മില്യൺ കൊടുത്തിട്ടില്ല, അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കൊടുത്താൽ അത് കിട്ടും. അത് മേടിച്ചു കൊടുന്ന അതിന്റെ പേരിലും അടുത്ത ചൂഷണം തുടങ്ങാനുള്ള പുറപ്പാട് തന്നെയാണ്. സംഗതി ഇവിടെ ഒന്നും അവസാനിക്കുകയില്ല. അത് കഴിഞ്ഞാൽ ഈ $5 മില്യൺ ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ജനങ്ങളുടെ ധനം യഅ്കുലൂന അംവാലന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി യഅ്കുലൂന അംവാലന്നാസ് ബിൽ ബാത്തിൽ, ബാത്തിലായ നിലക്ക് ജനങ്ങളുടെ ധനം തിന്നുകയും വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളുടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയുകയും ചെയ്യുകയാണ്. തൗഹീദിൽ നിന്ന് ജനങ്ങളെ തടയാനുള്ള മാർഗങ്ങളാണ് അയാളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാർഗങ്ങളും. ഇത് പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏത് വിധേനയും ആത്മാർത്ഥതയുള്ള ഒരു മുസ്ലിമും ഏത് വിധേനയും അത് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അതിന്റെ ഉള്ളുകള്ളികൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഈ ശിർക്കിന്റെ കൂടാരത്തിൽ നിന്നോ അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയായി ഞാൻ മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അശ്റുക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ശിർക്ക് ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ ഈ സമുദായത്തിലേക്ക് അരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വളരെ ആസൂത്രിതമായി ശിർക്ക് ഉറുമ്പരിച്ചു വരുന്നത് നമ്മൾ പെട്ടെന്നൊന്നും കാണുകയില്ല. ആ രൂപത്തിൽ ശിർക്ക് ഈ സമുദായത്തിലേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ആ പ്രവചനം പുലരുകയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മുടെ ബാധ്യത പണ്ടത്തേക്കാൾ ഇന്ന് വർദ്ധിക്കുകയാണ്. പണ്ട് കാലത്തൊന്നും ഇത്തരം മുത്തലക്കായ ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ സുന്നി പണ്ഡിതന്മാർ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് മുത്തലക്കൻ ശിർക്കിലേക്ക് ജനങ്ങളെ തള്ളിവിടാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ അവരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ആഖിറത്തിൽ വിശ്വാസമുള്ള ആളുകൾ ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൗതി അലന്നാസി സമാൻ, ജനങ്ങളുടെ മേലൊരു കാലം വരും,
അശ്റുക്കു ഫീഹി അഖ്ഫാ മിൻ ദുർറത്തിൻ സൗദ, ചെറിയ കറുത്തൊരണുവിനേക്കാൾ വളരെ മറഞ്ഞ നിലക്ക് ചുരുക്ക് ജനങ്ങളിലേക്ക് കയറി വരും. കറുത്ത ഈ ഊരിട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു അണു കയറി വരുന്നത് ആർക്കും കാണാൻ സാധിക്കുകയില്ല. ആ വിധത്തിൽ ശിർക്ക് എന്റെ സമുദായത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലമുണ്ടാകുമെന്ന് നബി പറഞ്ഞതിന്റെ പുലർച്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മദീനെ DC ആയും തോന്നുന്നുണ്ട്. അദ്ദേഹം കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ് സുഹൃത്തുക്കളെ. ഈ മുടി ചൂഷണം ചെയ്തിട്ട് കോടികൾ തട്ടിയത് പോരാ. അങ്ങനെയാണല്ലോ ഇപ്പൊ അദ്ദേഹം ചൂഷണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രവാചകന്റെ ഖബറിന്റെ മുകളിൽ എത്രയോ 350 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കില്ലയുണ്ടായിരുന്നുവെന്നും ആ കില്ലക്ക് $5 മില്യൺ വിലയെന്നും, അല്ല അത്രയല്ലേ വില, അതിന്റെ ഉടമസ്ഥന് $5 മില്യൺ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നും അതിലപ്പുറം കൊടുത്താൽ കിട്ടുമെന്നുള്ള കാര്യം അടക്കം നമ്മുടെ അബ്ദുൽ ഹമീദ് മദീനി പറഞ്ഞു. അപ്പോ ഇൻഷാ അല്ലാഹ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ നമുക്ക് സമയം കൊടുക്കാം. അതുവരെ നമ്മുടെ നിസാബ് ഉസ്താദ് താഴെയുണ്ട്. നമുക്കറിയാം നമ്മുടെ അബൂബക്കർ നിസാബ് ഉസ്താദ് നമ്മുടെ കേരളക്കരയില് ഇത്തരം നവയാഥാസ്ഥികർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ സമസ്തക്കാർക്കെതിരെയൊക്കെ അതിശക്തമായി പോരാടുന്ന ആളാണ്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് മറ്റൊരു പ്രധാന വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് അദ്ദേഹം അറിഞ്ഞു കാണും ഒരുപക്ഷെ എന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ്, തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖത്തിൽ ഒരു ക്ലിപ്പ് ഫേസ്ബുക്കിലിട്ട് ഉത്തരം മുട്ടുന്ന മടവൂരികൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ പരാമർശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നിസാബ് ഉസ്താദിനെ ബൈക്കിലേക്ക് വരാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടനെ വരും. അതിനു മുമ്പായിട്ട് നമ്മൾ ഒറ്റത്താണി ഉസ്താദ് സംസാരിക്കും. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കാണ്. നിസാബ് ഉസ്താദിന്റെ മൈക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള നമ്മളെ മദീന വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാനുള്ള അവസരം നമുക്ക് നൽകാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. ബഹുമാന്യരായ സഹോദരിമാരെ, പണ്ഡിതന്മാരെ, നമ്മുടെ ഈ ചർച്ച ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിലാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിലുള്ള സമസ്ത പുരോഹിതന്മാർ ഓരോ വിഷയത്തിലും ഈ സമുദായത്തെ ചൂഷണം ചെയ്ത് ഈ സമുദായത്തിന് വേണ്ടുന്ന ഇൽമു നൽകാതെ അവരുടെ വിശ്വാസത്തെയും അവരുടെ സമ്പത്തിനെയും അവരുടെ സമയത്തിനെയും ഒക്കെ വളരെയധികം കൃത്യതയോടുകൂടി തന്നെ ഓരോ അവസരങ്ങളിലും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ സമുദായത്തെ അവര് കൂടെ നിർത്തിയിരുന്നത്. നമുക്കറിയാം, നമ്മുടെ മഹല്ലില് പിന്നെ ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം, ഒരു കുട്ടി നിരന്തരമായിട്ട് ആ മഹല്ലിലുള്ള ആളുകളോട് കളവ് പറഞ്ഞ് പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒരു ദിവസം ആ മഹല്ലിലുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കി ഈ മുതഅല്ലിമിനെ പിരിവ് നടത്തുന്നത് തികച്ചും വ്യാജമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയെ വിളിച്ച് ആ മഹല്ലിൽ നിന്ന് പുറത്ത് പറഞ്ഞയക്കും. ഇങ്ങനെ കള്ളത്തരം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു നടപടി സ്വീകരിക്കും മഹല്ല് കമ്മിറ്റി. അതുപോലെ തന്നെയാണ് പള്ളിയിലുള്ള ഖതീബുമാർ പല തട്ടിപ്പുകളും പല കൃത്രിമമായിട്ടുള്ള സംഗതികളും ചെയ്യുമ്പോഴൊക്കെ അവരെ പിടിക്കുകയും ശാസിക്കുകയും അവരെ ഒരു വേള ആ മഹല്ലിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യാറുണ്ട്. അത് ഒരു ന്യായമായിട്ടുള്ള തീരുമാനമാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അവരെ ഒരുപക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ അതോടുകൂടി അതിനേക്കാൾ വലിയ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാണ്,
എന്തൊരു വിഷയത്തിലും നിങ്ങൾ ഒരു നീതി കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങൾ നീതിയാണ് ചെയ്യുന്നതെങ്കിൽ അത് എല്ലാവരോടും സമമായിട്ട് തന്നെ ചെയ്യണം. ഒരാൾക്കൊരു നീതിയും മറ്റൊരാൾക്ക് മറ്റൊരു നീതിയും അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാന്തപുരം മുസ്ലിയാർ വർഷങ്ങളോളമായിട്ട് ഈ കേരളത്തിലുള്ള ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വളരെ പാവപ്പെട്ട ആളുകളുടെ അവരുടെ സമ്പത്തിനെ വളരെ വളരെ തന്ത്രപരമായിട്ട് തന്നെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം. ഈ മുടി കേരളത്തിൽ കൊണ്ടുവന്ന അതിന്റെ 1-ാം തീയതി തന്നെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ജനങ്ങളോട് ബോധവൽക്കരണം നടത്തിയവരാണ് മുജാഹിദുകൾ. ചൂഷണത്തിനെതിരിൽ വന്നിട്ടുള്ള മതം, അതിന്റെ പേരിൽ ചൂഷണമാണെങ്കിൽ 2 കിഡ്നിയും വിറ്റിട്ടെങ്കിലും ആ കാന്തപുരം ഉസ്താദിന്റെ മാർക്കസിന് മുന്നിൽ പോയിട്ട് മരിച്ചു നിന്നിട്ട് ആ വെള്ളം മേടിച്ചു കുടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കാതെ മാറിയുന്നു. അവര് കുറച്ചുകൂടി കാത്തിരുന്നിട്ട് അതിന്റെ സനത് ശരിയാണോ അല്ലേ എന്നതിനു ശേഷം പ്രതികരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ മറ്റൊരു മാർഗത്തിലേക്ക് ഉണ്ടാട്ടം നിർത്തിയിട്ട് അവരെ അങ്ങനെ തണുപ്പിച്ചിരുത്താൻ വേണ്ടിയുള്ള പ്രഭാഷണവുമായിട്ട് മുന്നോട്ട് വന്നു. ഒരു വിഭാഗമാണെങ്കിൽ നമ്മുടെ ആധാരങ്ങളും നമ്മുടെ മന്ദിരങ്ങളും നമ്മുടെ പള്ളികളുമൊക്കെ ആരുടെ കയ്യിലായിരുന്നാലും അതിന്റെ ആധാരം നമ്മുടെ കൈകളിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സമസ്ത പുരോഹിതന്മാർ എന്ത് ചൂഷണം നടത്തിയാലും ഏത് തരത്തിലുള്ള അധാർമിക പ്രവർത്തനം നടത്തിയാലും അതൊന്നും നോക്കുവാനോ അതിനെ പ്രതികരിക്കുവാനോ ഉള്ള സമയമല്ല ഇപ്പോ. നമ്മുടെ മുഖ്യമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനം ആധാരം നമ്മുടെ കൈകളിലായി കിട്ടണം എന്നായിരുന്നു. ഈ സമയത്തൊക്കെയും പാവപ്പെട്ട മുജാഹിദുകൾ കേരളത്തിന്റെ ഒരു തലയിൽ നിന്ന് മറ്റേ അറ്റം വരെ ഈ കാന്തപുരം മുസ്ലിയാരുടെ തട്ടിപ്പിനെതിരെ ശക്തമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹ് അതിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ള പര്യവസാനത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വാഹിറായ തരത്തിൽ തന്നെ ആ കാന്തപുരം മുസ്ലിയാരുടെ മുഖം കെടുത്തുന്ന തരത്തിൽ തന്റെ സന്തത സഹചാരികൾ തന്നെ ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അധാർമികതയും അനാവശ്യമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് രേഖകളും കെട്ടിച്ചവച്ചുണ്ടാക്കിയിട്ടുള്ള രേഖകളുമൊക്കെ ഇതൊക്കെയും ഞങ്ങളാണ് ആ മുസ്ലിയാർക്ക് മർക്കസിൽ വെച്ച് എഴുതിയുണ്ടാക്കി കൊടുത്തത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു അവസരത്തിലാണ് നാം നിലകൊള്ളുന്നത്. തന്നെയുമല്ല, ഈ ഉസ്താദിന് വേണ്ടിയിട്ട് രാപ്പകൽ ഭേദമന്യേ പണ്ഡിതന്മാർക്ക് ടെലിഫോൺ കോളുകളിലൂടെ ടെലിഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി കാന്തപുരത്തിന്റെ ഈ തിന്മകൾക്ക് കൂട്ടുനിൽക്കാൻ ഒരു ചവച്ചുണ്ടാക്കാൻ വേണ്ടി അടർത്തിയെടുക്കുന്ന ക്ലിപ്പുകളുമായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ജിഷാൻ മാഹി പോലും അബൂബക്കർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുറബ്ബിയായ ഷെയ്ഖ് എന്ന് അറിയപ്പെട്ടിരുന്ന ജാലിയാവാല ഷെയ്ഖല്ല, വലിയല്ല, മുസ്ലിമല്ല, കാട്ടുകള്ളനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഈ കാലഘട്ടത്തിൽ കാന്തപുരത്തിന്റെ ഷെയ്ഖ് കാട്ടുകള്ളനാണെങ്കിൽ കാന്തപുരം എന്തായിരിക്കുമെന്ന് വളരെ കൃത്യതയോടുകൂടി നമുക്ക് മുമ്പിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ ജിഷാൻ മാഹി, അതുപോലെ തന്നെ ഈ ഖബറാരാധനകൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തിരുന്ന സാക്ഷാൽ പേരോട് പോലും ഖബറിന്റെ തൊട്ടടുത്ത് പോയി നിൽക്കരുത്, ആ ഖബറിനെ മുത്തരുത്, ആ ഖബറിൽ പോയി ഖബറിന് കിടക്കരുത്, സുജൂദ് ചെയ്യരുത്, റുക്കൂ ചെയ്യരുത് എന്നിത്യാദിയുള്ള പുതിയ പുതിയ വഴിപാടുകളുമായിട്ട് ആളുകൾക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ ഇതിലൊക്കെയും എന്തൊക്കെയോ ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ തന്നെ ജിഷാന്റെ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യബോധത്തോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടവരാണ് എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വളരെ വിശാലമായിട്ടുള്ള ഒരു ചർച്ചക്കാണ് നമ്മൾ കേരള ഇസ്ലാഹിക് ക്ലാസ് റൂം ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടെ ഞങ്ങളോട് അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കാന്തപുരം മുസ്ലിയാർ നടത്തിയത് കൃത്യമായ മാന്യമായ ഇടപാടാണ് എന്ന് ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയ ആ മാന്യത ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും. അതല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ അയാൾ ചെയ്തത് വളരെ മോശമായ മെച്ചമായ പരിപാടിയാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതും രേഖപ്പെടുത്താൻ തികച്ചും നിങ്ങളുടെ മനസ്സിലെന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ പറയുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. അതിന് എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി
സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചർച്ച വളരെ വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൃദയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്നവനാണ്. നമ്മുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ അതല്ല അബൂബക്കറും സിദ്ദീഖോടുള്ള വ്യക്തിവിരോധം കൊണ്ടുവരുന്നതാണോ എന്ന് കൃത്യമായി അറിയുന്ന അല്ലാഹുവാണ് നമുക്കിതിന് മാർക്കിടുന്നത്. നമ്മുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല കിറാമൻ കാതിബീൻ എന്ന് വളരെയധികം കൃത്യതയോടുകൂടി മാന്യന്മാരായ എഴുത്തുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകൾ പറയുമ്പോൾ വ്യക്തിവിരോധത്തിന്റെ ഭാഗമായി കൂടാ. ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ അതിന്റെ ശരിയായ പാതയിൽ നിന്ന് വക്രതയുടെ പാതയിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന ആളുകൾക്ക് തടയിടാൻ ഈ ചർച്ച ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ചർച്ച പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് CP ഉമർ സുലമിയെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഫോണിലൂടെ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ വരും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ മൻസൂർ അലി ചമ്മാട് അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ ക്ലാസ് റൂമിൽ വരും. ഇപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ നിസാഫ് ഉസ്താദ് ഈ മുടിയുടെ വിഷയത്തില് അദ്ദേഹം ഒരുപാട് മുഖാമുഖങ്ങളും അതുപോലെ തന്നെ പൊതുപ്രഭാഷണങ്ങളും ഒക്കെ നിർവഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ മൈക്കിലേക്ക് ആദരപൂർവം ക്ഷണിക്കുകയാണ്. അതുപോലെ മറ്റുള്ള എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നമ്മുടെ നിസാ ഉസ്താദിനെ ഒരിക്കൽ കൂടെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ സുഹൃത്തുക്കളെ, നിസാ ഉസ്താദ് DCIO സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ID ക്ലാസ് റൂമിലുണ്ട്. നാട്ടിൽ നിന്നാണ്. അല്ല, ഉസ്താദ് എടുത്തോളൂ. അതേ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, നാട്ടില് മഴക്കാലം കൂടിയാണ്. അപ്പോ അവിടുന്ന് എടുത്ത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാകും. നേരത്തെ തന്നെ നമ്മളെ സംസാരം നമ്മൾ കേട്ടല്ലോ. ഏതായിരുന്നാലും അദ്ദേഹം നെക്സ്റ്റ് അടിക്കുന്നുണ്ട്. അപ്പോ ഇൻഷാല്ലാ മറ്റുള്ള ആളുകൾക്ക് എടുക്കാം. നമ്മുടെ അതിഥികൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാല്ലാ PM-ലൂടെ പിന്നെ വിവരം തരും. അപ്പൊ നിങ്ങൾ മൈക്ക് വിട്ടാൽ മതി. അപ്പോ ആദ്യമുള്ള ആളുകൾക്ക് എടുക്കാവുന്നതാണ്. മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നമുക്ക് പെട്ടെന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായിരുന്നാലും നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പ്രവാസി ഉസ്താദുണ്ട്. അതുപോലെ ബിൻ ജമാൽ എന്നുള്ള ID-യിൽ നമ്മുടെ അഹമ്മദ് കുട്ടി മദനി ഉണ്ടാകും. എടവണ്ണ നമ്മുടെ ഡോക്ടർ അഷ്റഫ് സാഹിബ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെ ക്ലാസ് റൂമിൽ ബൈക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മുടി എന്ന് പറയുന്ന കടുത്ത ചൂഷണത്തിനെതിരെ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ജിഹാദിന്റെ ഭാഗമാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യണം. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയാ നന്മയിലേക്ക് ക്ഷണിക്കണം, അതുപോലെ തിന്മ വിരോധിക്കണം. ഇതിനേക്കാൾ വലിയ തിന്മ എന്താ? ഏതോ ഒരു
അടിച്ചു വാരാൻ വേണ്ടി ഓഫീസിലേക്ക് കടന്നു വന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയും കൊടുത്തിട്ട് ഇത് ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശേഷം ലോകത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സൃഷ്ടിയെ വെച്ച് ഉത്തമനായ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര ഉയർന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അതിന്റെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന് പ്രവാചകത്വം നൽകുകയും വേദഗ്രന്ഥം നൽകുകയും വിജ്ഞാനം നൽകുകയും ചെയ്താൽ ആ മനുഷ്യന് അതോടുകൂടി തന്നെ നിങ്ങൾ എന്റെ അടിമകളാവണം എന്ന ചതിയാണ് സുഹൃത്തുക്കളെ. അമ്മ മുടിയാണോ അതല്ല അമ്മ മുടിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പൊന്മളയുടെ വാക്ക് സത്യമാണ് എങ്കിൽ, ജിഷാൻ മാഹിയുടെ വാക്ക് സത്യമാണ് എങ്കിൽ, സാക്ഷാൽ മുഹമ്മദ് രാമന്തളിയുടെ വാക്ക് സത്യം ആണ് എങ്കിൽ അത് അമ്മുവിന്റെ മുടിയാകുന്നു എന്ന് മാത്രമേ എനിക്കറിയോ പറയാൻ പറ്റുള്ളൂ. അപ്പോ പൊന്മളയുടെ പ്രയോഗമാണത് നമ്മൾ മനസ്സിലാക്കുക. പൊന്മള ആരാണ്? ഈ കാന്തപുരം സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഓരോ ആളുകളും ചർച്ചയിലേക്ക് വരിക. അടുത്തതായിട്ട് നമ്മുടെ CP ഉമർ സുലമി, KNM-ന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, തൊവ്വലല്ലാഹു ഉംറഹു ബിസ്സിഹത്തി വൽ ആഫിയ, അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാം. അത് ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുകയാണ്. അത് ഇപ്പൊ തൽക്കാലം നാട്ടിൽ വൈകിയതുകൊണ്ട് അല്പം മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പ് ഫോണിൽ റെക്കോർഡാക്കിയതാണ്. നമ്മുടെ CIR എന്നുള്ള ഐഡിയിലുള്ള സുഹൃത്ത് അത് പ്ലേ ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട CPയെ പോലെയുള്ള പണ്ഡിതന്മാർ കറകളഞ്ഞ തൗഹീദിന് വേണ്ടി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്ന അദ്ദേഹത്തെ പോലെയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മൾ സുഹൃത്തുക്കളെ മനമുരുകി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇതുപോലെയുള്ള കള്ളമുടികൾക്കെതിരെ മരണം വരെ പോരാടുവാനുള്ള എല്ലാവിധ ആരോഗ്യവും ആയുസ്സും ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ആവേശവും ത്യാഗമനസ്ഥിതിയും അദ്ദേഹത്തിന് നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു اللهم صل على محمد وعلى آله وصحبه. ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശേഷം ലോകത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സൃഷ്ടിയെ വെച്ച് ഉത്തമനായ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര ഉയർന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അതിന്റെ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന് പ്രവാചകത്വം നൽകുകയും വേദഗ്രന്ഥം നൽകുകയും വിജ്ഞാനം നൽകുകയും ചെയ്താൽ ആ മനുഷ്യന് അതോടുകൂടി തന്നെ നിങ്ങൾ എന്റെ അടിമകളാവണം, എന്റെ ആരാധകന്മാരായിരിക്കണം എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നാലും ഒരു മനുഷ്യനായിട്ട് മാത്രമേ ഉയർന്നിട്ടുള്ളൂ. അതിനപ്പുറം ഉയരാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ അപ്പുറമുള്ള, മനുഷ്യരുടെ അപ്പുറമുള്ള അത്ഭുതങ്ങൾ കാണിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ പലതരം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അവസാനം അള്ളാഹു നബിയോട് പറയാൻ പറഞ്ഞ ഹൽക്കില്ല ഭക്ഷണം റസൂല, ഞാനൊരു മനുഷ്യനായ ദൂതനല്ലേ എന്ന് പറയാൻ ആണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, ഉത്തമമായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക അവശിഷ്ടങ്ങൾ, അതിന്റെ മനുഷ്യന്റേതല്ലായ ഒരു ദിവ്യത്വം അതിലില്ല. അത് ഏത് കാര്യമാണ്, ശരീരത്തിന്റെ ഏത് ഭാഗമാണെങ്കിലും അതിന് ഒരു ദിവ്യത്വം കൽപ്പിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ അവശിഷ്ടമായി മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. അതിന്റെ അപ്പുറം കാണാൻ പറ്റുകയില്ല. നബിയുടെ കാര്യങ്ങൾ നമ്മുടെ കൈകളായി പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. നബിയുടെ കൈ വെച്ചപ്പോൾ വെള്ളം അതിൽ നിന്നൊരായി വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അള്ളാഹു എപ്പോൾ കാണിച്ചു കൊടുക്കുന്നു അപ്പോഴുള്ള ദൃഷ്ടാന്തങ്ങളല്ലാതെ നബിന്റെ ശരീരത്തിന്റെ ഭാഗമോ നബിക്ക് ഏകദേശം ചെയ്യാൻ കഴിയുന്നതോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അങ്ങനത്തെ പ്രത്യേക സവിശേഷതയില്ല. പക്ഷെ മതം ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യവസായവൽക്കരിച്ചുകൊണ്ട് ഭൗതികമായ താല്പര്യത്തിന്റെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മതപുരോഹിതന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മതചിഹ്നങ്ങൾ ഓരോന്നും അതിന് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇതും വേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ വേഷം അവതരിപ്പിച്ച് അതിന്റെ പ്രാധാന്യമുണ്ട് എന്ന് വരുത്തി തീർത്തു. അതൊരു കച്ചവടമായി, അതിന് സമ്പാദ്യ വസ്തുവായി ഉപയോഗിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്
വളരെ അവലംബീയമായും തെറ്റാരണജനകവും മതത്തിനെ അവഹേളിക്കുന്നതും അത് മാത്രമല്ല അത് ദുർദൈവാരാധനയുടെ ഭാഗമായി തീരുന്നതാണ്. ഇതിന്റെ ആരംഭം തന്നെ അന്ന് മുജാഹിദുകൾ ഇത് ഒരിക്കലും അങ്ങനെ ദിവ്യത്വമൊന്നുമില്ല, അതുകൊണ്ട് രോഗശമനത്തിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സംശയം ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വേഷമാണ് എങ്കിൽ അതിന് സാധിക്കും, അതല്ലെങ്കിൽ പ്രവാചകന്റെ വേഷം അല്ലെങ്കിൽ സാധിക്കില്ല, അതുകൊണ്ട് വ്യാജ വേഷമാണ്, അതുകൊണ്ട് സാധ്യമല്ല എന്നതാണ് വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷെ അത് പ്രവാചകന്റേതാണെങ്കിൽ തന്നെ അതിന് അങ്ങനത്തെ ഒരു ദിവ്യത്വമില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കറാം റളിയല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ സംസ്കരിച്ചപ്പോൾ അതിന്റെ ഒരു അവശിഷ്ടം എടുത്തു വെച്ചിട്ടില്ല. അതും എന്തെങ്കിലും രോഗശമനത്തിനോ അതിന്റെ മറ്റു അത്ഭുതങ്ങൾക്ക് വേണ്ടി നബിയുടെ ജനാസ സംസ്കരിച്ച് നബിയെ അവരുടെ ശരീരം കഴുകി അതിന്റെ വെള്ളം എടുത്തു വെച്ചിട്ടില്ല. മാത്രമല്ല ഇത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വസ്തുവാണ് ഈ കേശം എന്ന് പറയുമ്പോൾ ആ തിരുവേഷങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിരിക്കേണ്ട കാലത്ത് ശത്രുക്കളുടെ വെട്ട് തലക്ക് കൊണ്ടുപോയി മുറിവേൽക്കുകയും ആ മുറിവിന് അന്നത്തെ രൂപത്തിൽ മുറിവ് ഭേദപ്പെടുത്താനുള്ള ചികിത്സ നടത്തുകയുമാണ് ചെയ്യുന്നത്. അതല്ലാതെ ആ കേശം ഉണ്ടായതുകൊണ്ട് മുറിവേൽക്കാതിരിക്കുകയോ ആ കേശം ഉണ്ടായതുകൊണ്ട് മുറിവ് ഉണങ്ങിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അതിന് അങ്ങനത്തെ യാതൊരു കഴിവും ഇല്ല എന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയുന്നു. അതോടുകൂടി തന്നെ പിന്നീട് അത് ദുരുപയോഗപ്പെടുത്തുന്നത് അത് നബിന്റെ പേരിൽ വ്യാചാരമുള്ളത് കളവ് കെട്ടിസംശയമാണ്. മതപണ്ഡിതന്മാരുടെ വിഭാഗം അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിസംശയം പറയുന്നു, അള്ളാഹുവിന്റെ പ്രധാന സംശയം കളവ് കെട്ടി പറയുന്നു, അള്ളാഹു കൊടുക്കാത്ത കഴിവ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഇവർക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. എന്നിട്ടും അവരത് കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നു. അങ്ങനെയുള്ള കഴിവ് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ച് പറയുന്നവർ ഇപ്പോൾ നബി സല്ലല്ലാഹുവിന്റെ പേരിലും ഒരുപാട് വ്യാജങ്ങൾ കെട്ടിച്ചിട്ടുണ്ട്. വ്യാജാരീയതകൾ നബിയുടെ ജന്മദിനം കൊണ്ടാടുവാനും നബിയുടെ മാസം പറയാനും ഈ പ്രപഞ്ചം മുഴുവനും പ്രവാചകന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഒരു വ്യാജാരീയത പ്രചരിപ്പിച്ചു. നബിയുടെ വാക്കിൽ വ്യാജം കൂട്ടിക്കയർത്തുവാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ നബിയുടെ ഭൗതിക അവശിഷ്ടങ്ങളിൽ തന്നെ വ്യാജം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇതെല്ലാം പരസ്പര അനുഗ്രഹം കൊണ്ട് സത്യം എപ്പോഴും താമസിച്ചാണെങ്കിലും പുറത്തു വരാതിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ സത്യം അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇതെല്ലാം നിർമ്മിച്ചുണ്ടാക്കിയവർ തന്നെ ഇപ്പോൾ സമ്മേളനങ്ങളിൽ ഒരു വ്യാജമായി ഉണ്ടാക്കിയതാണ്. ഇത് ഏതോ ഒരു ശേഷം ബോംബെയിൽ നിന്ന് കൊണ്ടുവരികയും എന്നിട്ട് ഒരു അറബി അതിന്റെ ഭാഗം ആവശ്യപ്പെട്ടപ്പോൾ അറബിക്ക് അറബി അതിന്റെ പരമ്പര ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ പരമ്പര കൃത്യമായി പഠിച്ചുണ്ടാക്കിയിട്ട് അത് കൊടുത്തതാണ്. ഇപ്പോൾ അത് ഉണ്ടാക്കിയവരും അതിന് സഹകരിച്ചവരും അവർ തമ്മിൽ തന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആചാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും കളവിൽ യോജിച്ചാൽ തെറ്റിൽ യോജിച്ചാൽ ആ യോജിച്ചവർ അവർക്ക് എന്നും യോജിച്ച് നിൽക്കാൻ കഴിയില്ല. അത് പിന്നീട് സത്യം പുറത്തു വരാൻ പറ്റില്ല. ആ സത്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രബോധനമായി പോവുകയും ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിശദമായി എതിർക്കുകയും ചെയ്യണം. അത് എതിർക്കുവാൻ അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാത്തവർക്ക് അതിന് സാധ്യമല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഇതില് നമ്മുടെ ഗവൺമെന്റ് പോലും ഈ വ്യാജ പ്രസ്താവനയ്ക്ക് അനുവദിക്കുകയും എന്നിട്ട് ഒരു വ്യാജ സത്യവാങ്മൂലം മൂലം കോടതിയിൽ ഈ കൃത്രിമ വ്യാജം ഉണ്ടാക്കിയവർക്ക് അനുകൂലമായി നൽകിയത് വളരെ അപലപനീയമാണ്. അന്ന് മുതൽ തുടങ്ങിയതാണ് ആ നൽകിയ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിക്ക് ശാപം വരികയും അതോടുകൂടി തന്നെ അത് എല്ലാ നിലക്കും വഷളായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് വഷളായിക്കൊണ്ടിരിക്കാൻ മാത്രമല്ല എന്തായാലും നമ്മുടെ പ്രതിഷേധമായി എതിരായി ഉണ്ടാകും. കോടതിയിലും നമ്മുടെ ഈ വിഷയം ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർമി അദ്ദേഹമാണ്. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഈ വിഷയത്തിൽ കാര്യമായി സംസാരിക്കും. പ്രത്യേകിച്ച് പൊന്മളയുടെ പിന്നില് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഈ കാന്തപുരത്തിനെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ട് പോലും പൊന്മളയെ പുറത്താക്കാതെ
സംരക്ഷിച്ചു നിർത്തിയതെന്നും അതുപോലെ തന്നെ അടുത്ത നബിദിനത്തിന് ഈ മുടി പ്രദർശിപ്പിക്കില്ല എന്ന് അവരുടെ മുഷാവറ തീരുമാനമെടുത്തതും അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ ഗുട്ടൻസ് ഒക്കെ അദ്ദേഹം പറയും. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിസാബ് ഉസ്താദിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇസ്ലാമോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ?